എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസവും. ആദ്യത്തിന് അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തും. അപ്പോൾ നമുക്ക് ആളുകളുടെ പ്രതികരണം കൂടി കേൾക്കാൻ കഴിയുമെന്ന് നമുക്ക് കേൾക്കാം. അവർക്ക് എന്താണ് പറയുക, ദൃക്സാക്ഷികളോടൊക്കെ സംസാരിക്കാൻ കഴിയുമായിരിക്കും. അപ്പോൾ ആദ്യത്തിന് എന്തായാലും സമീപത്തെ 6 വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുക, വീടുകളുടെ മേൽക്കൂരയൊക്കെ തകരുക എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയൊരു സ്ഫോടനമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ്. ഇപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണം കൂടുന്നുണ്ട്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തീ പടർന്ന് പിടിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അഗ്നിശമന സേനയൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലെ ക്ഷേത്രോത്സവത്തിന് വേണ്ടി എത്തിച്ച പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത്. പുതിയ ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട്. പൊള്ളലേറ്റവരുടെയൊക്കെ ദൃശ്യങ്ങളാണ്. 3 പേർക്കാണ് ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ളത്. 6-ലധികം വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ എന്തായാലും കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പൊള്ളലേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. പോലീസും അഗ്നിശമന സേനയും ഒക്കെ സ്ഥലത്തുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ട് അവർ. നോക്കൂ, ഒരു കാറൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. പുതിയ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു വ്യാപ്തി, ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഒരു കാറല്ല, ഒന്നിലധികം വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രോത്സവത്തിന് ശേഖരിച്ച പടക്കങ്ങളാണ് ഈ രീതിയിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. അരുൺ, നോക്കൂ, ഇതിന്റെ ആഘാതം അല്ലെങ്കിൽ വ്യാപ്തി വളരെ വലുതാണ് പുതിയ ദൃശ്യങ്ങൾ കാണുമ്പോൾ. തീർച്ചയായിട്ടും വലിയൊരു സ്ഫോടനമാണ് ഇവരൊക്കെ ഉണ്ടായിരുന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാഹനങ്ങളൊക്കെ തകർന്ന നിലയിലാണ്, കത്തിയ നിലയിലും കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളുടെ ഭിത്തിയൊക്കെ തുറന്നു പോയിരിക്കുന്നു, മേൽക്കൂര തകർന്നിരിക്കുന്നു. അങ്ങനെ വലിയൊരു സ്ഫോടനമാണ് ഈ ചൂരക്കാട് ഉണ്ടായിരിക്കുന്നത് എന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആശ്വാസം എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏകദേശം 10:50 കൂടിയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം തൃപ്പൂണിത്തറ അഗ്നിശമന സേനാവിഭാഗത്തിന് ലഭിക്കുന്നത്. ഉടൻ തന്നെ 3ഓളം യൂണിറ്റുകൾ അവിടെ നിന്ന് ഈ സംഭവ സ്ഥലത്തേക്ക് പോയി. അതിനുശേഷം ഗാന്ധിനഗർ ഉൾപ്പെടെയുള്ള സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ യൂണിറ്റുകൾ എത്തി. അങ്ങനെ വളരെ വേഗം തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി. പക്ഷേ ഇതിനിടയിൽ 3ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. അവരെ വളരെ വേഗത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ആളുകൾക്ക് പരിക്കുണ്ട് എന്നുള്ളത് അവിടെ തിരിച്ചു നടത്തിയതിനു ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ആ സമീപ പ്രദേശത്ത് മുഴുവൻ ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രത്തോളം ഉണ്ടായിരുന്നു ഇതിന്റെ സ്ഫോടനം. അതുകൊണ്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന ഭീകരത ഉണ്ടായത്. കാരണം ഈ വാഹനങ്ങളൊക്കെ കത്തി നശിച്ച നിലയിലാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ വീടുകളുടെ ഭിത്തി തുളഞ്ഞ് പോയിട്ടുണ്ട്, മേൽക്കൂരയ്ക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. അങ്ങനെ അത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ എത്രത്തോളം വലിയ സ്ഫോടനമായിരിക്കും നടത്തിയിരുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്, വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ നാശനഷ്ടമാണ് ഈ സ്ഫോടനം മൂലം ഉണ്ടായിരിക്കുന്നത്. 3 പേരുടെ പരിക്ക് സംബന്ധിച്ചുള്ള വിവരം എന്തായാലും ഇനി അറിയേണ്ടതുണ്ട്. എത്രയും വേഗം അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ക്ഷേത്രോത്സവത്തിന് വേണ്ടി ശേഖരിച്ചു വെച്ച പടക്കമാണ് ഇങ്ങനെ പൊട്ടിത്തെറിയുടെ കാരണമൊക്കെ ഇനി അടുത്ത ഘട്ടത്തിൽ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ഏകദേശം പൂർത്തിയായെന്നാണ് മനസ്സിലായത്. തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് പരിക്കേറ്റവരെ ഞാനൊന്ന് ഇടപെട്ടോട്ടെ. നമ്മുടെ ലേഖകൻ സുരേഷ് ബാബു, തൃപ്പൂണിത്തറയിലെ ലേഖകൻ, നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പക്കൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകും. സുരേഷ്, എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത്? തൃപ്പൂണിത്തുറ പുതിയാവിലെ വെടിക്കെട്ടിനോടനുബന്ധിച്ച് കുറച്ച് മാറി സംഭരിച്ചിരുന്ന വെടിക്കെട്ട് സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് അപകടം ഉണ്ടായത്. ഇവിടെ ഇന്നിപ്പോ വെടിക്കെട്ട് സാധനങ്ങൾ പാലക്കാട് നിന്ന് ഒരു ലോഡ് വന്നിരുന്നു. ആ ലോഡ് ഇറക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. അപകടത്തിൽ തന്നെ ഇറക്കാനും മറ്റും ഉണ്ടായിരുന്ന 4 പേർക്കാണ് പരിക്കേറ്റത്. അവരെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ നിന്ന് നിലവിൽ മാറ്റിയിട്ടുണ്ട്. തൊട്ടടുത്ത നിരവധി 25ഓളം വീടുകൾക്കാണ് ഇവിടെ അപകടം പറ്റിയിരിക്കുന്നത്. നിരവധി വീടുകൾ ഉപയോഗശൂന്യം തന്നെയായി പോയിട്ടുണ്ട്. പല വീടുകളുടെ മുകളിലും മോശമായി പോയിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 2 കാറുകൾ ഇവിടെ തകർന്നാണ് കിടക്കുന്നത്. ഏകദേശം ഈ ഏരിയയിലെ വീടുകളെല്ലാം തന്നെ ഉപയോഗശൂന്യമായി എന്ന് തന്നെ പറയാം. ഇപ്പൊ പോലീസും രക്ഷാപ്രവർത്തനം, ഫയർഫോഴ്സും എല്ലാം ഇവിടെ സംഭവ സ്ഥലത്തുണ്ട്. ഹലോ പറഞ്ഞോളൂ സുരേഷ്, എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. സംഭവ സ്ഥലത്തുണ്ട്. ഇതാണ് നിലവിലെ അവസ്ഥ ഇവിടുത്തെ. ഈ 3 പേർക്ക് പൊള്ളലേറ്റു, പരിക്ക് പറ്റിയെന്നാണ് നമുക്ക് അറിയണ വിവരം. അതായത് കടയിലെ ജീവനക്കാരായിരുന്നു ഇവര്?
ഇത് പാലക്കാട് നിന്നാണ് ഇന്ന് വെടിക്കെട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ആ ടെമ്പോ ട്രാവലിനെ ഇറക്കിക്കൊണ്ടിരുന്നവരാണ് ഈ അപകടത്തിൽ പരിക്കേറ്റവര്. ഇന്ന് പടക്കം കൊണ്ടുവന്ന വാഹനത്തിലുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത് അല്ലേ? അതെ. അതും അവർക്കാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ് പരിക്കേറ്റത്. ഇത് എങ്ങനെയാണ് പൊട്ടിത്തെറിച്ചത്? എന്താണ് ട്രിഗറിംഗ് എന്ന് സംഭവിച്ചെന്ന് അറിയോ? എന്താ പറ്റിയെന്നറിയോ? ഇല്ല, എന്താണ് പൊട്ടിത്തെറിച്ചതിനെ പറ്റി ഒരു വിവരവും ആയിട്ടില്ല. കാരണം ആ സമയത്ത് 4 പേരാണ് ഇവിടെ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ തൊട്ടടുത്തുള്ള വീടുകൾക്കൊക്കെ കേടുപാടുകളുണ്ട്. 20ഓളം വീടുകൾക്കൊക്കെ കേടുപാടുകൾ ഉണ്ടെന്ന് പറയുന്നു. അത് അത്രയും വലിയൊരു സ്ഫോടനമായിരുന്നോ? നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണുന്ന ഈ ദൃശ്യങ്ങളിലെ 2-3 വാഹനങ്ങളൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. 2 കാർ, ഒരു ടെമ്പോ ട്രാവലർ. പടക്കം കൊണ്ടുവന്ന ടെമ്പോ ട്രാവലറാണ് ഒന്ന് ടെമ്പോ ട്രാവലർ അല്ലേ? പിന്നെ ഒരു കാറുമാണ് ഫുള്ളായിട്ട് തകർന്ന് കിടക്കണം. ഈ കാറ് അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ആണോ? അല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ഇട്ടേക്കണ വണ്ടിയാണത്. ഈ പടക്കശാല ഇത് എവിടെയായിരുന്നു? ചെറിയൊരു ഷെഡ് പോലത്തെ ഒരു ഇതാണെന്ന് തോന്നുന്നു അല്ലേ? ചെറിയൊരു കോൺക്രീറ്റ് ഷെഡാണ്. ആ ഷെഡ് ഏകദേശം ഉപയോഗിച്ച് തന്നെ തകർന്ന് ഇരിക്കുകയാണ്. അല്ല, ഇത് കുറെ കാലമായിട്ട് ഇവിടെ ഉള്ള ഷെഡാണോ? അത് നേരത്തെ ഉള്ള കോൺക്രീറ്റിന്റെ ഷെഡാണ് ഇവിടെ നിലവിലുള്ളത്. ഇതിപ്പോ ഈ ഇതിന് ഈ പടക്ക സാധനങ്ങൾ കൊണ്ടുവന്നത് ഈ അടുത്താണോ? അതെ, പടക്ക സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷമാണ് ഇവിടെ നിന്നാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ നേരത്തെ മുതൽ തന്നെ ഇതൊരു പടക്കക്കടയല്ല? അല്ലല്ല, ഇത് ക്ഷേത്രത്തിന്റെ ഇതിനോടനുബന്ധിച്ച് പടക്ക സാധനങ്ങൾ സൂക്ഷിക്കുവാനുള്ള സംവിധാനമാണത്. പക്ഷെ ഈ ചുറ്റും വീടുകളുള്ള ഒരു സ്ഥലമാണിത് അല്ലേ? അതെ, ചുറ്റും വീടുകളുള്ള സ്ഥലമാണത്. ശരി, ഈ 3 പേരുടെ പരിക്ക് സാരമുള്ളതാണോ സുരേഷ്? നിലവിൽ ഒത്തിരി സാരമുള്ളതാണെന്നാണ് അറിയുന്നത്. ഇപ്പൊ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇനി പടരാൻ സാധ്യതയില്ല. ഇവിടെ ഇനിയിപ്പോ നിലവിൽ വേറെ ഒന്നുമില്ല. ഇവിടെ ഫയർഫോഴ്സ് ഒന്നും എല്ലാം ഇത് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് മറ്റവരെ കൊണ്ടുപോയി. ഇവിടെ വേറെ സാധനമൊന്നുമില്ല. ഈ ടെമ്പോ ട്രാവലറിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെയാണോ ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത്? അതോ ഇറക്കി ഈ ഷെഡിലേക്ക് കൊണ്ടുപോയതിനു ശേഷമാണോ? ഫുൾ ലോഡായിരുന്നു, അത് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം ഉണ്ടായത്. ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അല്ലേ? അങ്ങനെയായിരിക്കും അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാവുക. അതെ. ശരി. സുരേഷ് അദ്ദേഹം അവിടുത്തെ ഞങ്ങളുടെ തൃപ്പൂണിത്തറയിലെ ലേഖകനാണ്. അദ്ദേഹമാണ് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. നമുക്ക്